അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയൂണിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നല്ല പഴുത്ത മത്തൻ കൊണ്ടുള്ള എരിശ്ശേരി, പിന്നെ കേബേജ് തേങ്ങയൊക്കെ ചതച്ചിട്ടുള്ള ഒരു തോരനുണ്ട്. അതാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കും. അപ്പോൾ ഇതാ നല്ല പഴുത്ത മത്തൻ്റെ ഒരു കഷ്ണം, പിന്നെ കേബേജ്. അപ്പോൾ ആദ്യം നമുക്ക് മത്തൻ, നല്ല മൂത്ത പഴുത്ത മത്തൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു കഷ്ണം അങ്ങനെ മുറിച്ച് വാങ്ങിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മത്തൻ്റെ എരിശ്ശേരി അതാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നൊരു എരിശ്ശേരി. അപ്പോൾ ഇതാ തൊലിയെത്തി കഴുകി എടുത്തു. ഇനിയിപ്പോൾ നമുക്കൊന്ന് നുറുക്കാം. ഇതും പിന്നെ വെച്ചാൽ മത്തനാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്, നമുക്ക് വേവിച്ച് ഉടച്ചെടുക്കാമല്ലോ. എങ്ങനെയാണ് അത്യാവശ്യം കനം കുറച്ച് അങ്ങനെ നുറുക്കിയെടുക്കുകയാണ്. അതുപോലൊക്കെ നുറുക്കുന്ന പോലെ തന്നെ. ഈ ഒരു നമ്മളെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അത് ചേർക്കാം, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് വെള്ളം വെച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ച് അങ്ങനെ വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഇവിടെ ചിരകിയിട്ടുണ്ട്, നമുക്ക് അരയ്ക്കാനുള്ളതാണിത്. അതിൽ നമുക്ക് ചെറിയ ജീരകം അതും ചേർത്ത് അരച്ച് അതവിടെ വെച്ചു. അങ്ങനെ വെന്ത് വരുന്നുണ്ട്. നല്ലപോലെ തന്നെയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അരച്ചത് അത് ചേർക്കാം. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വറുത്തിടുകയാണ് വേണ്ടത്. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കിതാ കടുക്, പിന്നെ അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത്, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിനി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ എരിശ്ശേരി അതിവിടെ റെഡി. ഇനി നല്ലപോലെ കട്ടാവും. കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ക്യാബേജ് ഇത് പിന്നെ നമുക്കൊരു കഷ്ണം മതി. തേങ്ങയൊക്കെ ചതച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്കൊരു വെജിറ്റേറിയൻ ഊണാണ്. കേബേജൊക്കെ നുറുക്കി കഴിഞ്ഞു, കഴുകലൊക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ചതയ്ക്കാൻ തേങ്ങ ചിരകിയതും പച്ചമുളകും കറിവേപ്പിലയും. അപ്പോൾ നമുക്കിതാ ഇനി കടുക്, വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി അതൊന്നങ്ങോട്ട് ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ കഴുകി വെച്ച് അരിഞ്ഞു വെച്ച കാബേജ് അതും ചേർക്കാം. ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്താണ് അത് നമ്മളൊന്ന് വേവിച്ചെടുത്തു. ഒക്കെ വലിഞ്ഞു വന്നു. പിന്നെ ഇതാ അതിൽ ആ ചതച്ച് വെച്ചത് അതുകൊണ്ട് ചേർക്കാം. ഇതിങ്ങനെയാകുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ അതും ഇവിടെ റെഡിയായി. നമ്മളെ പൂച്ചക്കുട്ടി കണ്ടോ, ഇത് പൊന്നുട്ടനാണ്. മറ്റൊരു മുത്തുട്ടൻ ഉണ്ടായിരുന്നല്ലോ, രണ്ടാളായിരുന്നല്ലോ. മുത്തുട്ടൻ 2 ദിവസം മുമ്പ് 2-3 ദിവസമായി അത് ചത്തു.
എന്ന് വെച്ചാൽ ഒരു പൂച്ച കടിച്ചേറ്റേ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും മരുന്ന് കൊടുത്താലൊന്നും രക്ഷപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ 2 ദിവസം നിന്ന് അങ്ങനെ അതപ്പം ഉണ്ടായത്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കായി. അവന് ഏത് സമയത്തും ഇവിടെ തന്നെയാണ്. കാരണം അവന് ഒറ്റയ്ക്കായപ്പോഴേ. അപ്പോൾ ഇതാ നമുക്ക് ഊണ് കഴിക്കുകയായി. പിന്നെ രാവിലത്തെ മസാലക്കറിയാണ്, കടലക്കറി നമ്മൾ പുട്ടിനുണ്ടാക്കിയത്. അതൊരു ലേശം. ഇപ്പോൾ പിന്നെതാ നമ്മളെ പ്രധാനമായിട്ടുള്ള എരിശ്ശേരി മത്തൻ്റെ, പിന്നെ കാബേജിൻ്റെ തോരൻ, പപ്പടം, പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തതുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഉച്ചയൂണിന്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നല്ല മധുരമുള്ള മാത്രമാണ്, നല്ല പഴുത്തോത്ത. ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.